ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ റെയ്ഡ് വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ജിഷാദുമായി ബന്ധപ്പെട്ടാണോ റെയ്ഡ് നടത്തുന്നത്, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിന്റെ പശ്ചാത്തലത്തിലാണോ? എപ്പോഴാണ് റെയ്ഡ് ആരംഭിച്ചത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, തൊഴിലാളികൾക്കിടയിൽ വലിയ തോതിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗമുണ്ട് എന്ന് പരാതി ഉയർന്നിരുന്നു. അതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തുന്നത്. നമുക്കറിയാം, പെരുമ്പാവൂർ, ആലുവ തുടങ്ങിയ മേഖലകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒട്ടേറെ ക്യാമ്പുകളുണ്ട്. അത്തരം ക്യാമ്പുകളിൽ പ്രത്യേകിച്ച് വല്ലം, വളയഞ്ചിറങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എക്സൈസ് വിഭാഗത്തിന്റെ പരിശോധന നടത്തുന്നത്. ഈ മേഖലയിൽ ഒട്ടേറെ തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ലഹരി വസ്തുക്കൾ മാത്രമല്ല, ഒപ്പം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഇവർക്കിടയിൽ വ്യാപകമായി ഉണ്ട്. അത് ഒട്ടേറെ ക്രമസമാധാന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജിഷാവധം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നമുക്കറിയാം, അമറുൾ വലിയ തോതിൽ മദ്യപാനി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുമായിരുന്നു എന്നുള്ള വാർത്തകളും വിവരങ്ങളൊക്കെ പോലീസ് നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് എക്സൈസ് ഈ മേഖലയിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് തന്നെ നേരിട്ടാണ് റെയ്ഡിന് നേതൃത്വം നൽകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. രാവിലെ 6:30 അദ്ദേഹം കൊച്ചിയിൽ നിന്ന് പെരുമ്പാവൂരിലെത്തുകയും മിന്നൽ പരിശോധനയായി നടത്തുകയും ചെയ്യുന്നു. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് സംബന്ധിച്ച് വിവരം നൽകിയിരുന്നില്ല. എല്ലാവരോടും എക്സൈസ് ഓഫീസിൽ എത്താൻ നിർദ്ദേശിച്ചിരിക്കുകയായിരുന്നു. ഋഷിരാജ് സിംഗ് എത്തിയതിനു ശേഷം ഏതൊക്കെ ക്യാമ്പുകളിൽ ഏതൊക്കെ ഗ്രൂപ്പുകൾ റെയ്ഡ് നടത്തണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ 7 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിവിധ ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന പുരോഗമിക്കുകയാണ്. സാലിം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.